بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ പഠനവേദിയുടെ ചർച്ചാ വിഷയം പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചില ചർച്ചകൾ നടന്നിട്ടുള്ള അധ്യായത്തെ കുറിച്ചാണ്. സൂറത്തു നൂർ എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. എല്ലാവർക്കും സുപരിചിതമാണ് ഈ അധ്യായം. ആ പേര് തന്നെ പ്രാഥമികമായി എല്ലാവരും മനസ്സിലാക്കുന്ന പോലെ തന്നെ പ്രകാശം എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ പ്രകാശത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രയോഗം ഈ അധ്യായത്തിൽ നമുക്ക് കാണാനുണ്ട്. ഏകദേശം അതിന്റെ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു പ്രകാശം ആണ്, അല്ലെങ്കിൽ പ്രകാശത്തെ ജ്വലിപ്പിക്കുന്നവനാണ് എന്ന് അർത്ഥം വരുന്ന വളരെ മനോഹരമായ അവതരണമുള്ള അധ്യായം. ആ ആയത്ത് ഈ അധ്യായത്തിന്റെ നാമകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതിൽ നൂറ് എന്ന ഒരു പ്രയോഗമാണ് സൂറത്ത് നൂറിന് ഈ പേര് സമ്മാനിച്ചത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. ഒരുപാട് പ്രത്യേകതകൾ ഈ അധ്യായത്തിനുണ്ട്. ഒരുപാട് മഹത്വം ഇതിന്റെ പാരായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ അമലിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്ത് നൂറ്, അന്നൂർ, ആ പേര് മലയാളത്തില് നൂറ് പോലെയാണ്. 100, 100. ഏതായാലും ഖുർആനിന്റെ വഹ്യ് ഇറങ്ങിയ അധ്യായങ്ങളെ ക്രോഡീകരിച്ചപ്പോ, ഖുർആനിന്റെ വഹ്യായി വന്നിട്ടുള്ള അധ്യായങ്ങൾ എന്ന നിലയിൽ ക്രോഡീകരിക്കുമ്പോൾ 100ാമത് അവതരിച്ച അധ്യായമാണ് സൂറത്തു നൂർ. 100ാമത് അവതരിച്ച അധ്യായമാണ് സൂറത്തു നൂർ. ഫി തർതീബി നുസൂലി, ഖുർആന്റെ വഹ്യ് ഇറങ്ങിയ ആ ഓർഡർ അനുസരിച്ച് പോന്നപ്പോ 100ാമത്തെ അധ്യായമാണ് സൂറത്തു നൂർ. എന്തോ ഒരു ബന്ധം ഇതിന്റെ ഇടയിലുള്ള പോലെ നമുക്ക് തോന്നാണ്. 64 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. ഏകദേശം ഈ അധ്യായത്തിലെ വാക്കുകൾ, ലഫ്ളുകൾ 1360ഓളം, 1316 ലഫ്ളുകൾ, വാക്കുകൾ ഈ അധ്യായത്തിലുണ്ട്. ഈ അധ്യായത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ 5680 അക്ഷരങ്ങളും ഉണ്ട്. സംഭവബഹുലമായ ചർച്ചയാണ് സൂറത്തു നൂറിനെ കുറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളിലും മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെ ചിന്തകളിലും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഇതിന്റെ ശ്രേഷ്ഠതകളിൽ, ഇതിന്റെ പ്രത്യേകതകളിൽ നമ്മുടെ ചർച്ച തുടങ്ങുകയാണ്. ഈ അധ്യായം മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇജ്മാഅ് അനുസരിച്ച്, സഹാബത്തിൽ ഏക അഭിപ്രായമാണ് ഈ അധ്യായത്തിന്റെ അവതരണം പൂർണ്ണമായും മദീനയിൽ ആണ് എന്ന്. മദീനയിൽ എന്ന് പറഞ്ഞാൽ ഹിജറയുടെ ശേഷമാണ് ഈ അധ്യായം അവതരിച്ചിട്ടുള്ളത്. ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ അത് രേഖപ്പെടുത്തുന്നതായി കാണാം. മാത്രവുമല്ല, ഈ അധ്യായത്തിന്റെ ലക്ഷ്യം മഖ്സൂദ് ഹാദിഹി സൂറത്തി ദിക്റു അഹ്കാമിൽ ഇഫാഫി വസ്സിത്രി, നമ്മുടെ സ്വകാര്യതയും, വ്യക്തിപരമായ സ്വകാര്യതയും സദാചാരബോധവും അതിന്റെ വിധിയും മറ്റും ഒക്കെ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്ന നമ്മുടെ ഔറത്തിനെ കുറിച്ച്, നമ്മുടെ സ്വകാര്യതയെക്കുറിച്ച്, നമ്മുടെ സദാചാര ബോധത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ വിശകലനം പ്രധാനമായും ഈ അധ്യായം ഉൾക്കൊള്ളുകയാണ്. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു, മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂഫക്കാർക്ക് കത്തെഴുതിയതായും ചരിത്രത്തിൽ കാണാം. അല്ലിമു നിസാഅക്കും സൂറത്തു നൂർ, നിങ്ങളുടെ കുടുംബങ്ങളിലെ സ്ത്രീകളെ സൂറത്തു നൂർ പഠിപ്പിക്കണമെന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇമാം ഖുർത്തുബി അതും രേഖപ്പെടുത്തുന്നുണ്ട്. സൂറത്തു നൂർ സ്ത്രീകളിൽ പതിവായി പാരായണം ഉണ്ടാവേണ്ടതുണ്ട്.
അവരുടെ സ്വഭാവത്തിൽ വരുന്ന വൈകൃതങ്ങളെ അത് ശരിയാക്കുമെന്നാണ് ഇതിന്റെ ലക്ഷ്യം. കാരണം സ്ത്രീകൾ അവരുടെ ശരീരം മറയ്ക്കാതെ നടക്കുന്ന അവസ്ഥകളും വ്യഭിചാരത്തിന് കാരണമായി വരുന്ന പ്രേരണകളും, സ്ത്രീകളുടെ ഭാഗത്തു കൂടി ഉണ്ടാവുന്ന പ്രേരണകളും നിശിതമായി നിരൂപിക്കുകയും അതിനെ പരിശുദ്ധമായ ഖുർആൻ പ്രഹരിക്കുകയും ചെയ്യുന്ന ധാരാളം പദക്രമീകരണങ്ങൾ ഈ അധ്യായത്തിലൂടെ ചർച്ചയാക്കപ്പെടുമ്പോൾ ഈ അധ്യായം സ്ത്രീകളിൽ ഉണ്ടാകുന്ന വൈകൃത സ്വഭാവങ്ങളെ സംസ്കരിക്കാൻ കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നതായി കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂഫക്കാർക്ക് പ്രത്യേകമായി കത്തെഴുതി നിങ്ങളുടെ നാട്ടിലെ സ്ത്രീകളെ മുഴുവനും സൂറത്തുൻ നൂർ ഓതാൻ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും അത് പാരായണം ചെയ്യാൻ പതിവായി ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്യണമെന്ന് സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചതായി കാണാം. ഇൻഷാ അല്ലാഹ് ധാരാളം കാര്യങ്ങൾ ഇത് സംബന്ധമായിട്ട് പറയാനുണ്ട്. മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. ഇമാം ഖുർത്തുബി തന്നെ വീണ്ടും രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനമായി നമുക്കിത് മനസ്സിലാക്കാം. ലാ തുൻസിലു നിസാഅൽ ഖുറഫ വലാ തുഅല്ലിമൂഹുന്നൽ കിതാബത. നിങ്ങൾ സ്ത്രീകൾക്ക് കൊട്ടാരത്തിലുള്ള ജീവിതം സംവിധാനിക്കുന്നതിനേക്കാളും, കൊട്ടാരത്തിൽ സുഖലോലുപതയുടെ ജീവിതം സംവിധാനിക്കുന്നതിനേക്കാളും, സ്ത്രീകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിനേക്കാളും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മറ്റു രണ്ട് കാര്യങ്ങൾക്കാണ്. ഐഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നു, ഇമാം ഖുർത്തുബി തന്നെ രേഖപ്പെടുത്തുന്നു, നിങ്ങളുടെ സ്ത്രീകൾക്ക് കൊട്ടാര തുല്യമായ ആഡംബര ജീവിതവും സന്തോഷകരമായ സാമ്പത്തിക സ്ഥിതിയും സംവിധാനിച്ചുകൊണ്ട് അവരെ വളരെ ആർഭാടത്തിൽ പാർപ്പിക്കുന്നതിനേക്കാളും അവർക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിനേക്കാളും ഈ രണ്ട് കാര്യങ്ങളെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട മറ്റു രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് സ്ത്രീകളെ തയ്യല് പഠിപ്പിക്കലാണ്, സ്ത്രീകളെ സൂറത്തുൻ നൂർ പഠിപ്പിക്കലാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണ് തയ്യല് പഠിക്കുക എന്നത് വലിയ ഐശ്വര്യമാണ്. നമ്മുടെ ആദ്യത്തെ ചരിത്രങ്ങൾ, അതായത് മനുഷ്യകുലത്തിന്റെ തുടക്കം മഹ്ദിയായ ഹവ്വാ റളിയല്ലാഹു അൻഹയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പോലും സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന അവർ ഇവിടുത്തെ പച്ചിലകളും വൃക്ഷങ്ങളുടെ വലിപ്പമുള്ള ഇലകളും ഒക്കെ വെച്ച് അവരുടെ ഔറത്ത് മറയ്ക്കുന്ന അവസ്ഥയിൽ ഒരു വസ്ത്രത്തെ കുറിച്ചുള്ള ആലോചന നടക്കുമ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ വസ്ത്ര നിർമ്മാണത്തിൽ വേറെ ആരും കൂടെ ഉണ്ടായിട്ടില്ല. തയ്യലും തുന്നലും ഒക്കെ ഹവ്വ റളിയല്ലാഹു അൻഹ ആയിരുന്നുവെന്ന് ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യ ഉത്ഭവത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ ഭൂമിയിൽ താമസിക്കുന്ന ആ കാലഘട്ടത്തോട് ചരിത്രത്തെ പഠനവിധേയമാക്കിയാൽ നമുക്ക് സ്ത്രീകൾക്ക് തയ്യലും തുന്നലുമായുള്ള ബന്ധം കാണാൻ കഴിയും. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു, ആർഭാടപൂരിതമായ ജീവിതവും അതുപോലെ തന്നെ കൊട്ടാര തുല്യമായ കെട്ടിടങ്ങളും സ്ത്രീകൾക്ക് നിങ്ങൾ സംവിധാനിക്കുന്നതിനേക്കാളും അതോടൊപ്പം അവർക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിനേക്കാളും നിങ്ങൾ പ്രാധാന്യം കൊടുക്കാം രണ്ട് കാര്യങ്ങൾക്ക്. ആദ്യം പറഞ്ഞ രണ്ടും വേണ്ടെന്നല്ലതിനർത്ഥം, അതിനേക്കാളും പ്രാധാന്യം ഒരു പെണ്ണിൽ അത്ര നേരത്തെ പഠിപ്പിച്ചു വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് തയ്യലാണ്, രണ്ട് സൂറത്തുൻ നൂറാണെന്ന് മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ടെന്നാൽ സംസ്കാരമുള്ള സ്വഭാവം പെണ്ണിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്തേ പെണ്ണിൽ സംസ്കാരമില്ലാത്ത സ്വഭാവം വന്നാൽ? കെൻസുൽ ഉമ്മാൽ എന്ന് പറയുന്ന വിശ്വപ്രശസ്തമായ കിതാബിൽ കാണാം, മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്, ഒരു പെണ്ണെങ്ങാനും സംസ്കാരമില്ലാത്ത സ്വഭാവം പ്രകടിപ്പിച്ചാൽ 1000 ആണ് ചീത്തയാകുന്നതിന് തുല്യമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഒരു പെണ്ണ് ചീത്തയായാൽ 1000 ആണ് ചീത്തയാകുന്നതിന്റെ സ്ഥാനത്ത് ഒരു പെണ്ണ് മതി. മാത്രവുമല്ല, സൂറത്തുൻ നൂറിൽ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് വ്യഭിചരിച്ചവരെ അവതരിപ്പിച്ചുകൊടുത്ത് അള്ളാഹു ആദ്യം ഉപയോഗിക്കുന്ന പ്രയോഗം അസാനിയത്തു എന്ന പ്രയോഗമാണ്. സ്ത്രീകളുടെ ഭാഗത്തു നിന്നും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടവരെ ആദ്യം പറയുന്നു, പിന്നെയാണ് പുരുഷന്റെ ഭാഗത്തു നിന്നും വ്യഭിചാരത്തിലേക്ക് എത്തിയവരെ കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ സ്ത്രീകളിൽ നിന്നും ഇതിന് എളുപ്പത്തിൽ സാധ്യമാകുന്ന ധാരാളം വഴികൾ ഉണ്ട്, മാർഗങ്ങൾ ഉണ്ട് എന്നതാണ് അതിന്റെ ലക്ഷ്യമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പൊ അത്രത്തോളം
സ്ത്രീകളുടെ സദാചാര ബോധവും അവരുടെ അച്ചടക്കവും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പെണ്ണിന്റെ ദീനീബോധം നിലനിന്നു പോവണമെങ്കിൽ അവളിൽ ഒരു അല്പം പോലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത സ്വഭാവത്തിന്റെ കലർപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സൂറത്ത് നൂർ പാരായണം ചെയ്യൽ നിങ്ങൾ പഠിപ്പിക്കണം എന്ന് മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്. ഇനി കണ്ടോളൂ, ഇമാം ബൈളാവി അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ ഖറഅ സൂറത്തുൻ നൂരി ഉഅതിയ മിനൽ അജ്രി 10 ഹസനാത്തിൻ ബിഅദദി കുല്ലി മുഅ്മിനിൻ വമുഅ്മിനത്തിൻ ഫീമാ മളാ വഫീമാ ബഖിയ നബിയുനാ റസൂലുള്ളാഹി. ഇമാം ബൈളാവിയുടെ തഫ്സീറിന്റെ ഹദീസ്. ആരെങ്കിലും സൂറത്തുൻ നൂർ പാരായണം ചെയ്താൽ അവന് 10 നന്മയാണ് അള്ളാഹു നൽകുക. ആരുടെ കണക്കനുസരിച്ച്? ഈ ലോകത്ത് വന്നു പോയ അള്ളാഹു പൊരുത്തപ്പെട്ട മൂമിനീങ്ങളുടെയും മൂമിനത്തുകളുടെയും ഈ ഭൂമി കണ്ട എല്ലാ മൂമിനീങ്ങളുടെയും എണ്ണത്തിന് 10 എന്ന കണക്ക് വെച്ചിട്ടായിരിക്കും അള്ളാഹു സൂറത്തുൽ മൂമിനൂൻ പാരായണം ചെയ്യുന്നവന് നൽകുന്ന പ്രതിഫലം എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈളാവി അവിടുത്തെ തഫ്സീർ ആ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. ഇനി കാണാം, മഹാനായ മജ്ദുദ്ദീൻ അബി ത്വാഹിറിൽ ഫൈറൂസ് ആബാദി എന്ന് പറയുന്ന ഹിജ്റയുടെ 817 വർഷം വഫാത്തായ ഒരു വലിയ മഹാന്റെ ബസായിറു ദവിൽ തമീസ് ഫീ ലതായിഫി കിതാബിൽ അസീസ് എന്ന് പറയുന്ന കിതാബില് അലി റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പഠിപ്പിക്കുന്ന സൂറത്തുൻ നൂറിന്റെ ചില മഹത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹബീബ് വിളിച്ചു അലി റളിയല്ലാഹു അൻഹുവിനെ, യാ അലിയു മൻ ഖറഅ സൂറത്തുൻ നൂരി, അലിയെ ആരെങ്കിലും സൂറത്തുൻ നൂർ പാരായണം ചെയ്താൽ, സൂറത്തുൻ നൂർ ആരെങ്കിലും പാരായണം ചെയ്താൽ, സൂറത്തുൻ നൂർ ആരെങ്കിലും പാരായണം ചെയ്താൽ നവ്വറല്ലാഹു ഖൽബഹു, അവന്റെ ഹൃദയത്തെ അല്ലാഹു ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കും. അലിയെ വഖബറഹു, സൂറത്തുൻ നൂർ പതിവായി പാരായണം ചെയ്യുന്നവന്റെ ഖബറിനെ അല്ലാഹു പ്രകാശിപ്പിക്കും. അലിയെ വബയ്യള വജ്ഹഹു, സൂറത്തുൻ നൂർ പതിവായി പാരായണം ചെയ്യുന്നവന്റെ മുഖത്ത് അല്ലാഹു പ്രകാശം നൽകും. അലിയെ വഅഅതാഹു കിതാബഹു ബിയമീനിഹി, സൂറത്തുൻ നൂർ പതിവായി പാരായണം ചെയ്യുന്നവന്റെ വലം കൈയിൽ അല്ലാഹു കിതാബ് കൊടുക്കും. അലിയെ വലഹു ബികുല്ലി ആയത്തിൻ ഖറഅഹാ, ആരെങ്കിലും സൂറത്തുൻ നൂർ പതിവായി പാരായണം ചെയ്യുന്നുവെങ്കിൽ ഒരു ആയത്തിന്, അതിലെ ഓരോ ആയത്തിനും അല്ലാഹു കൊടുക്കുന്ന കൂലി സവാബു മമ്മാത മബ്തൂനാ, ഉദരരോഗ സംബന്ധമായി പകർച്ചവ്യാധിയിലൂടെയൊക്കെ മരിക്കുന്ന മനുഷ്യന്മാരുടെ എണ്ണം എത്രയോ ആ എണ്ണത്തിന്റെ കണക്കനുസരിച്ച് അല്ലാഹു കൂലി നൽകാം. ഒറ്റ വാക്കി പറഞ്ഞാൽ വലിയ കൂലി കിട്ടുന്ന അധ്യായമാണ് സൂറത്തുൻ നൂർ. പാരായണം ചെയ്യണം. 64 ആയത്തേ ഉള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബസായിറു ദവിത് തമീസ് ഫീ ലതായിഫി കിതാബിൽ അസീസ് എന്ന് പറയുന്ന കിതാബിൽ മഹാനായ ഷെയ്ഖ് മജ്ദുദ്ദീൻ തങ്ങൾ ഇത് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. അപ്പൊ ഈ അധ്യായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മനുഷ്യനിലുണ്ടാകുന്ന മ്ലേച്ഛമായ ചിന്തകളെ മാറ്റി അവനെ നല്ല സ്വഭാവക്കാരനാക്കും. റസൂലുള്ള പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ അവന്റെ 2 താടയെല്ലിന്റെ ഇടയിലുള്ള ആ മാംസം തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് വാക്ക് തന്നാൽ, അതായത് നാവ്, 2 തുടയെല്ലിന്റെ ഇടയിലുള്ള ആ അവയവവും തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് വാക്ക് തന്നാൽ, അതായത് ഗുഹ്യഭാഗം, അൽമല്ലഹുൽ ജന്ന, അവന് സ്വർഗം കൊണ്ട് ഞാൻ വാക്ക് നൽകുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊബറാനി ഇത് ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു അബി ശൈബയെ പോലുള്ളവർ ഉദ്ധരിക്കുന്നുണ്ട്, പല മുഹദ്ദിസീങ്ങളും ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ മനുഷ്യന് ലൈംഗികമായ വീഴ്ചകൾ വരാൻ, ഒരു മനുഷ്യനിൽ വൈകാരികമായ നിയന്ത്രണമുണ്ടാകാൻ, ഈ ലൈംഗികമായ വീഴ്ച വരുന്നിടത്ത് അതിനെ തടസ്സം നിൽക്കാൻ വൈകാരികമായ നിയന്ത്രണങ്ങൾ ഹലാലിൽ തന്നെ സംഭവിക്കാൻ ഈ അധ്യായത്തിന്റെ പതിവായുള്ള പാരായണം ഏറെക്കുറെ നമ്മെ ഏതിലെ പിടിച്ചു നിർത്തും, ഒരു നല്ല മനുഷ്യനായി നിർത്തും. വ്യഭിചാരത്തെ തൊട്ട് കാവലാണ് ഈ അധ്യായം പതിവാക്കുന്നവർ ആരും വ്യഭിചാരിയാവൂല. ഹറാമായ അങ്ങനത്തെ ചിന്ത വരില്ല, ആണിലും വരില്ല, പെണ്ണിലും വരില്ല. മഹാന്മാർ അത് സംബന്ധമായി ധാരാളം ചർച്ചകൾ പറയുന്നുണ്ട്, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല.
വ്യഭിചരിച്ചവരെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും വ്യഭിചാര ആരോപണങ്ങളുടെ മതവിധികളും വ്യഭിചാരത്തെ ആഗ്രഹിക്കുന്നവനെ കുറിച്ചും വിശദമായ ചർച്ച നടക്കുന്ന അധ്യായമാണ് സൂറത്ത് നൂർ. അങ്ങനെയാണ് മഹാന്മാർ ഈ അധ്യായത്തെ ഉള്ളും പുറവും നമുക്ക് പഠിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ലൈംഗികമായ ആസക്തിയിൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഷയത്തിലേക്ക് പോവാതെ സൂറത്ത് നൂർ പിടിച്ചു നിർത്തും അവനെ. അള്ളാഹു നമുക്കൊക്കെ ഈ അധ്യായം കൊണ്ടുള്ള പ്രയോജനം തന്നനുഗ്രഹിക്കട്ടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പഠനത്തിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അഖീദയിലും ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു ഗ്രന്ഥത്തിൽ കാണാം, സൂറത്ത് നൂർ പതിവായി പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഹസ്വിനു അംവാലക്കും വഫുറൂജക്കും ബിത്തിലാവത്തി സൂറത്ത് നൂർ. നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ സംരക്ഷിക്കാൻ, നിങ്ങളുടെ സമ്പത്ത് നിലനിന്നു പോവാൻ, അതുപോലെ തന്നെ നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് പെടാതിരിക്കാൻ സൂറത്ത് നൂർ പതിവായി പാരായണം ചെയ്യണേ. മാത്രവുമല്ല, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെയും സ്വഭാവം നന്നായി വരാൻ വേണ്ടിയിട്ട് പുരുഷന്മാരുടെയും സ്വഭാവം നന്നാക്കാൻ പറ്റും. സൂറത്ത് നൂർ പാരായണം ചെയ്യണേ. ആരെങ്കിലും സൂറത്ത് നൂർ പകല് പാരായണം ചെയ്യൽ പതിവാക്കി, ഔ ഫീ കുല്ലി ലൈല, അല്ലെങ്കിൽ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യൽ പതിവാക്കിയാൽ, ലം യറ അഹദും മിൻ അഹ്ലി ബൈതിഹി സൂഅൻ ഹത്താ യമൂത, ആ കുടുംബത്തിൽ നിന്ന്, ഞാനിപ്പോ എന്റെ വീട്ടിൽ പാരായണം ചെയ്ത എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളും ലൈംഗികമായ അള്ള പൊരുത്തപ്പെടാത്ത ഒരു തെറ്റും ചെയ്യൂല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നതായി പല കിതാബുകളിലുമുണ്ട്. സവാബുൽ അഅ്മാലി വ ഇഖാബുൽ അഅ്മാൽ എന്ന് പറയുന്ന കിതാബിലാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഗ്രന്ഥം അത്ര പ്രബലമല്ലെങ്കിലും ഇതിന്റെ ചർച്ചയിലും വായനയിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. മാത്രവുമല്ല, സൂറത്ത് നൂർ പാരായണം ചെയ്യൽ പതിവാക്കിയാൾ മരിക്കുകയാണ് എങ്കിൽ അവന്റെ ഖബറിലേക്ക് അവനെ ഒരുക്കി കൊണ്ടുപോകുന്നത്, മയ്യത്ത് കുളിപ്പിച്ച് പരിപാലനവുമായി ബന്ധപ്പെടുന്നത് 70,000 മലക്കുകളായിരിക്കും. എല്ലാ മലക്കുകളും ഇവന് വേണ്ടി പൊറുക്കൽ തേടും, അള്ളാഹുവിനോട് ദുആ ചെയ്യും, അവൻ ആ ഖബറിലെത്തുന്നത് വരെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ധാരാളം മഹത്വങ്ങൾ ഈ അധ്യായവുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരു മനുഷ്യന്റെ സംസ്കാരവും ഒരു മനുഷ്യന്റെ സദാചാര ബോധവും നന്നായി പോവാൻ. എത്ര പരാതികളാ കേൾക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു പരാതി കേട്ടത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്താണ്. ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സഹോദരി, അവരുടെ ആ രോഗശയ്യയുടെ അവസ്ഥയിൽ പോലും അവരുടെ ഭർത്താവിനെ അറിയാതെ, ഭർത്താവിനെ ഒളിച്ച് മറ്റൊരു പുരുഷനുമായി ഫോൺ ചാറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന ഒരു വിഷമം ആ കുടുംബത്തിൽ നിന്ന് അറിയിച്ചു. കീമോ ചെയ്യുന്ന വേളയിൽ പോലും ഒരു പെണ്ണിനെ അള്ളാഹുവിനെ ഓർക്കാൻ, മരണത്തെ ഓർക്കാൻ, പെണ്ണ് എന്നത് ഒരു യാദൃച്ഛികമായി സംഭവിച്ചൊരു കാര്യമായിട്ട് കൂട്ടിയാൽ മതി, ആണുങ്ങളും ഇതിൽ മോശമല്ല. അത്തരം ഒരു സന്ദർഭത്തിലും അള്ളാഹിനെ ഓർക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ എവിടെയാ സഹോദര സഹോദരി നമ്മുടെയൊക്കെ ഈമാൻ നിൽക്കുന്നത്? പിന്നെ ഉള്ള ഒരു പ്രശ്നമാണ്, മക്കൾ അന്യമതത്തിൽപ്പെട്ടവരുമായി ബന്ധമുണ്ട് എന്ന ഒരു പ്രശ്നം പറയാറുണ്ട്. അന്യമതത്തിൽപ്പെട്ട ആണിനെയും പെണ്ണിനെയും പ്രേമിക്കാൻ പോകുന്ന നമ്മുടെ മക്കളെ കുറിച്ച് പരാതി എപ്പോഴുമുണ്ട്. നമ്മുടെ മക്കള് അന്യമതസ്ഥരുമായി ഒളിച്ചോടാതിരിക്കാൻ വേണ്ടി, മതസ്ഥരായ സ്ത്രീ പുരുഷന്മാരുമായി നമ്മുടെ മക്കൾ ഒളിച്ചോടാതിരിക്കാൻ വേണ്ടി, നമ്മുടെ മക്കൾ വ്യഭിചരിക്കാതിരിക്കാൻ വേണ്ടി, ലൈംഗികമായ ശുദ്ധി അവരിൽ നിലനിൽക്കാൻ വേണ്ടി, നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് നമ്മുടെ കുടുംബത്തിൽ സൂറത്ത് നൂർ ഈ നെയ്യത്തിൽ ആരെങ്കിലുമൊക്കെ പാരായണം ചെയ്താൽ അല്ലാഹു തആല ആ ഒരു ബറക്കത്ത് കൊണ്ട് ഇതെല്ലാം ശരിയാക്കി തരും എന്നതാണ് ഈ പഠനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. സൂറത്ത് നൂറില് 64 ആയത്തുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ 64 ആയത്തുകളിൽ ലോക ചരിത്രത്തിൽ സംഭവബഹുലമായ പല ചർച്ചകളും നടത്തിയിട്ടുള്ള, പല ചർച്ചകളിലേക്കും വാതായനങ്ങൾ തുറന്നു വെക്കുന്ന പ്രധാനപ്പെട്ട ആയത്തുകളൊക്കെ സൂറത്ത് നൂറിൽ നമുക്ക് കാണാൻ കഴിയും. ധാരാളം ഹുക്കുമുകൾ, മസ്അലകൾ, ഫിഖ്ഹ്, അതുപോലെ തന്നെ ചരിത്രപരമായ പരാമർശങ്ങൾ, നിർദ്ദേശങ്ങൾ, തത്വങ്ങൾ, ചിന്തനീയമായ പല അത്ഭുതങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ശാസ്ത്രം പോലും, എന്തിനേറെ മഴ പെയ്യുന്നതിന്റെ രഹസ്യം പോലും പറഞ്ഞ അധ്യായം സൂറത്ത് നൂർ ആണ്. അതിന്റെ പ്രധാന ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. ചില ആയത്തുകൾ നമുക്ക് സൂറത്ത് നൂറിലെ പ്രധാന ആയത്തുകൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. സൂറത്ത് നൂർ ആരംഭിച്ചു, 2ാമത്തെ ആയത്ത് നോക്കിക്കോ. 2 മുതൽക്ക് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയ ധാരാളം ആയത്തുകൾ അതിന്റെ ശേഷം പറയുന്നത്
നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട വ്യഭിചാരവും അതിനോടനുബന്ധമായി വരുന്ന അതിന്റെ എല്ലാ കാര്യങ്ങളെയും കർശനമായി തടയുന്ന ആയത്തുകൾ, അതിന്റെ പ്രതിക്രിയകളെ കുറിച്ചും ഒക്കെ പറയുന്ന ആയത്തുകളാണ്. സൂറത്തുൻ നൂറിന്റെ 2-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الزانية والزاني فاجلدوا كل واحد منهما مئة جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وَلْيَشْهَدْ عَذَابَهُمَا طَائِفَةٌ مِّنَ الْمُؤْمِنِينَ. എന്തൊരായത്താണ് റബ്ബേ. അല്ലാഹു പറയുന്നു, അസ്സാനിയത്തു വസ്സാനി, വ്യഭിചാരം നടത്തിയ പെണ്ണും വ്യഭിചാരം നടത്തിയ പുരുഷനും. ആദ്യം പെണ്ണിനെ പറഞ്ഞത്. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, സ്ത്രീകൾ സംബന്ധമായി ഒരു വ്യഭിചാരത്തിന്റെ സാഹചര്യം ഒരുക്കാൻ വളരെ എളുപ്പമാണ്. കുറ്റപ്പെടുത്തിയതല്ല, വസ്തുത അതാണ്. അത്രത്തോളം സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വലിയ തെറ്റുകൾക്കുള്ള സാഹചര്യം ഒരുക്കാൻ വളരെയധികം സാധ്യതയുണ്ട് എന്നതാണ് ഈ ആയത്തിൽ അസ്സാനിയത്തു എന്ന വാക്ക് സ്ത്രീലിംഗ പദം ആദ്യം പ്രയോഗിക്കാൻ കാരണമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പലരും പറയുന്നുണ്ട്. ഏതായാലും അവിവാഹിതരായ വ്യഭിചാരം നടത്തിയ ആണിനെയും പെണ്ണിനെയും, ഈ രണ്ടുപേരെയും, വിവാഹിതരല്ലല്ലോ, അതുകൊണ്ട് അവരെ പരസ്യമായി 100 അടി അടിക്കണം. പല ഖലീഫമാരും അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടവർ ഈ തെറ്റ് ചെയ്തപ്പോ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ചെയ്തിട്ടുണ്ട്. വലാ തഖുദുകും ബിഹിമാ റഅഫതു ഫീ ദീനില്ലാഹ്. നിങ്ങളുടെ മനസ്സിൽ ആ ശിക്ഷ നടപ്പാക്കുമ്പോൾ ഒരു കാരണവശാലും അലിവ് തോന്നാൻ പാടില്ല. ഇതൊരു ഇസ്ലാമികമായ രാജ്യത്തും ഇസ്ലാമികമായ നിയമങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ നിയമം നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. നമ്മുടെ രാജ്യത്തൊക്കെ ഈ നിയമം നടപ്പാക്കൽ പ്രയാസമാണ്. നമ്മുടെ രാജ്യത്ത് ഉള്ള സിവിൽ ക്രിമിനൽ നിയമങ്ങളും ഇതും തമ്മിൽ മാറ്റമുണ്ട്. ഇതൊരു ഇസ്ലാമിക സ്റ്റേറ്റിൽ മാത്രമാണ് ഇത്തരം നിയമങ്ങളുള്ളൂ. അതുകൊണ്ട് അത്തരം നാടുകളിൽ വ്യഭിചാരത്തിന്റെ സാധ്യതകൾ കുറയാൻ ഒരു പരിധിവരെ ഇതൊക്കെ കാരണമായി വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇനി അടുത്ത ആയത്ത് സൂറത്ത് നൂറിലെ ശ്രദ്ധേയമായ അടുത്ത ആയത്ത്, അതിന്റെ 4-ാമത്തെ ആയത്താണ്. നമുക്ക് നോക്കാം. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة. വ്യഭിചാര ആരോപണമാണ് ഇവിടെ പറഞ്ഞത്. വ്യഭിചാര ആരോപണം നടത്തുന്നിടത്ത് 4 സാക്ഷികളില്ലാതെ പറയുന്നത് 3 പേരും കണ്ടത് കൃത്യമാണെങ്കിൽ പോലും 4-ാമത്തെ ആളും കൂടി കാണണം. 4 പേര് ഒരുമിച്ച് നിന്നാലേ വ്യഭിചാരത്തെ വ്യഭിചാരമായി അംഗീകരിക്കാവൂ. അല്ലെങ്കിൽ ഈ 3 പേര് മാത്രം പോയി ഇസ്ലാമിക ഭരണമുള്ളിടത്താണെങ്കിൽ സാക്ഷി പറഞ്ഞാൽ അവരെ വ്യഭിചാര ആരോപണമാണ് പറഞ്ഞതെന്ന നിലയിൽ അടിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ 80 അടിയാണ് വ്യഭിചാര ആരോപണം നടത്തുന്നിടത്ത് നടത്തപ്പെടേണ്ടത്. വ്യഭിചാരാരോപണം തമാശ വാക്കുകളിൽ പോലും പലപ്പോഴും പറയാറുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാനതൊക്കെ ഈ പവിത്രമായ വചനങ്ങളുടെ ഇടയിലൂടെ അതിന്റെ ഉദാഹരണങ്ങൾ വലിച്ചിഴച്ച് ഇത് ഞാൻ വൃത്തികേടാക്കുന്നില്ല. അത്രത്തോളം വളരെ ശ്രദ്ധിച്ച് വർത്താനം പറയേണ്ട മലയാളത്തിലെ ചില കോമഡികൾ പോലുമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി നോക്കിക്കോളൂ, അടുത്ത ആയത്ത് ഇതിന്റെ 27-28 ശ്രദ്ധേയമായ ഒരു ചർച്ചയാണ്. സൂറത്ത് നൂറിലെ 27-ാമത്തെയും 28-ാമത്തെ ആയത്ത്. മറ്റൊരാളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഒരു കരുതൽ, നമ്മൾ അതേക്കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഇനി പറയുന്ന ആയത്തുകൾ. സൂറത്ത് നൂറിന്റെ 27-28. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون. മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുന്നുവെങ്കിൽ
ഹത്താ തസ്തഗ്നിസു, നിങ്ങൾക്ക് അവർ അനുവാദം തരാതെ അങ്ങോട്ട് പോവല്ലേ എന്നല്ല പറഞ്ഞത്. ഹത്താ തസ്തഗ്നിസു, നിങ്ങൾ ചെല്ലുന്നതിൽ അനുവാദമുണ്ട് പക്ഷെ സന്തോഷമില്ല അവർക്ക്, എങ്കിൽ പോവാൻ പാടില്ല എന്ന് ഖുർആൻ. എന്തൊരു നല്ല തത്വമാണിത്. നിങ്ങൾ ചെല്ലുന്നതിൽ അവർക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ സന്തോഷമല്ല. ഒരാൾക്ക് നമ്മൾ ചെല്ലുന്നതിൽ സന്തോഷമില്ലെങ്കിൽ ആ വീട്ടിലേക്ക് പോവാനേ പാടില്ല. ഹത്താ തസ്തഗ്നിസു, നിങ്ങൾ ചെല്ലുന്നതിൽ അവർ സന്തോഷമുള്ളവരാണ് എങ്കിൽ, നിങ്ങൾ ചെല്ലുന്നത് അവർ ആസ്വദിക്കുന്നതാണ് എങ്കിൽ അങ്ങനെയുള്ള കുടുംബത്തിലേക്ക് പോകാവൂ. അങ്ങനെയാ നിങ്ങൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകാവൂ. ഒരു അന്യന്റെ വീട്ടിൽ പോണ കാര്യം പറഞ്ഞത്. മാത്രവുമല്ല വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ വീട്ടുകാരോട് സലാം പറയാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. പോയാൽ സലാം പറയുന്നവരുമായിരിക്കണം. ആ അവസ്ഥയിൽ എങ്ങനെയപ്പത്? അവിടുത്തെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സലാം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടുത്തെ താത്ത മാത്രമേ ഉള്ളൂ, എന്നപ്പോ നമ്മള് പോണ്ട, സലാം പറയാൻ പറ്റിയ അവസ്ഥയല്ല. കാര്യം നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലേക്ക് ചെല്ലുന്നതിൽ ആ വീട്ടുകാർക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞതിൽ താത്താക്ക് സന്തോഷം ഉണ്ടായിരിക്കും നിങ്ങൾ ചെല്ലുന്നോട്. പക്ഷെ താത്ത മാത്രമേ ഉള്ളെങ്കിൽ സലാം പറയാൻ പറ്റിയ ഒരു അവസ്ഥയല്ലാത്തത് കൊണ്ട് പോകാനേ പാടില്ല. ആദ്യം പറഞ്ഞത് ഓക്കെ ആയിരിക്കും, രണ്ടാമത് പറഞ്ഞു രണ്ട് കാര്യമാണല്ലോ പറഞ്ഞത്. ഒന്ന്, ചെല്ലുന്നതിൽ അവർക്ക് സന്തോഷം ഉണ്ടാവണം. രണ്ട്, ചെല്ലുന്ന സന്ദർഭത്തിൽ നമുക്ക് സലാം ചെല്ലാൻ പറ്റിയ ഒരു അവസ്ഥയും അവിടെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സലാം പറഞ്ഞിട്ടേ ചെല്ലാവൂ. ആദ്യം പറഞ്ഞതനുസരിച്ച് അന്യ പെണ്ണുള്ളടത്തിൽ അവൾക്ക് ഒരുപക്ഷെ സന്തോഷം ഉണ്ടാവും വരുന്നതിൽ. പക്ഷെ അതല്ലല്ലോ, സലാം പറയാൻ പറ്റിയ അവസ്ഥയും കൂടി നമ്മൾ അവിടെ കാണണം എന്ന് ഖുർആൻ. ദാലിക്കും ഖൈറുലക്കും, അതാണ് നിങ്ങൾക്ക് ഖൈർ. അള്ളാഹു ഖൈറിൽ ചേർക്കട്ടെ. ഇനി കണ്ടോളൂ, ഫഇല്ലം തജിദൂ ഫീഹാ അഹദൻ ഫലാ തദ്ഖുലൂഹാ ഹത്താ യുഅ്ദന ലക്കും. ആരുമില്ലാത്തോടത്തിലാണ് നിങ്ങൾ എത്തിയെങ്കിൽ, ആ വീട്ടിൽ ആരും കാണുന്നില്ലെങ്കിൽ, അനുവാദം ഇല്ലെങ്കിൽ പുറത്തേക്ക് കടന്നോളണം, അങ്ങോട്ട് കയറാൻ നിൽക്കല്ലേ എന്ന് ഖുർആൻ. അപ്പൊ സൂറത്ത് നൂറിന്റെ 27-28 ഈ തത്വം പറയുന്നു. ഈ ആയത്തുകൾ വളരെ വിലപ്പെട്ട ചർച്ചയാണ് ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. സൂറത്ത് നൂറിന്റെ പിന്നെ ശ്രദ്ധേയമായ മറ്റായത്ത് 30-31 എന്താണ് ആയത്തുകളിലൂടെ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അടുത്ത കാര്യം പറഞ്ഞത് ആണുങ്ങളിൽ കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. രണ്ടാമതാണ് പെണ്ണുങ്ങൾ ആ വിഷയത്തിൽ എന്ന പോലെയാണ് ആയത്ത് സൂചിപ്പിച്ചത്. നേരത്തെ പറഞ്ഞല്ലോ, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ ആദ്യം പറഞ്ഞത് സാധ്യതകൾ കൂടുതൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരുക്കാൻ അവർക്ക് കഴിയും, അതുകൊണ്ടാണ് എന്ന ചർച്ചയുണ്ട് എന്ന്. ഈ പറയുന്ന ചർച്ച വായ നോട്ടം എന്നൊക്കെ പറയും മലയാളത്തിൽ. അന്യ പെണ്ണിനെ നോക്കുക, അന്യ പുരുഷനെ നോക്കുക. അത് അവസാനം എത്തിക്കുന്നത് വ്യഭിചാര ആഗ്രഹത്തിലും അതിനുവേണ്ടിയുള്ള ശ്രമത്തിലുമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളോട് അങ്ങ് പറയ നബിയേ, യഗ്ദൂ മിൻ അബ്സ്വാരിഹിം, അവരുടെ കണ്ണുകൾ ചിമ്മട്ടെ, ഹറാമായത് കാണാതെ കണ്ണടച്ചു പിടിക്കട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും, ഗുഹ്യഭാഗം തെറ്റ് ചെയ്യാതെ സംരക്ഷിക്കട്ടെ. ദാലിക അസ്കാ ലഹും, അതാണ് ഏറ്റവും വലിയ നിലവാരം, അതാണ് ഏറ്റവും നല്ല സംസ്കാരം എന്ന് ഖുർആൻ. ഇനി അതേ ആയത്ത് കഴിഞ്ഞിട്ട് ആ ആയത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത ആയത്തിൽ സൂറത്ത് നൂറിന്റെ 31 ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇതേ പ്രയോഗം പെണ്ണുങ്ങളോടുമാണ്. മുഅ്മിനത്തുകളായ സ്ത്രീകളോട് പറയ നബിയേ, യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന, അവരുടെ കണ്ണുകൾ ഹറാമായ കാഴ്ച കാണാതെ അടച്ചു പിടിക്കാൻ, വയഹ്ഫദന ഫുറൂജഹുന്ന, ഗുഹ്യം തെറ്റ് ചെയ്യാതെ സൂക്ഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. മാത്രവുമല്ല വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോട് അവരുടെ ശരീരത്തിന്റെ ഔറത്ത് കാണപ്പെടാൻ പരിശുദ്ധ പ്രമാണങ്ങൾ പറഞ്ഞ ഇടത്ത് പറഞ്ഞ തോതിലല്ലാതെ അതിനപ്പുറം കാണാതെ ശ്രദ്ധിക്കണമെന്ന് പറയണം നബിയേ. അവരുടെ തലമറയ്ക്കുന്ന ആ തുണി കൊണ്ട് തന്നെ മാറിടത്തിലേക്കും കൂടി ഇറക്കിയിടത്തക്ക രീതിയിൽ വലിപ്പത്തിലും വിശാലതയിലും തലമറയ്ക്കുന്ന തുണി മാറിട താഴേക്ക് ഇറക്കിയിടാനും പറയണേ നബിയെ. എന്തൊരു നല്ലൊരു സംസ്കാരത്തെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ലോകത്തേറ്റവും വലിയ ഒരു ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള 2 ആയത്തുകളാണിത്. ഇനി കണ്ടോളൂ, വ്യഭിചാര സംബന്ധമായ അതിന്റെ എല്ലാ വഴികളും ഇസ്ലാം അടച്ചു കളയാണ്.
ഇനി കണ്ടോ സൂറത്തുൻ നൂറിന്റെ 32-ാമത്തെ ആയത്ത്. ഒരാൾക്ക് നിക്കാഹ് കഴിച്ചില്ലെങ്കിൽ വ്യഭിചരിക്കുമെന്ന അവസ്ഥയാണ് എങ്കിൽ അയാൾ നിക്കാഹ് കഴിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ വരുന്നോടത്ത് അവൻ ഒരു പാവപ്പെട്ടവനായി, അവന് ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അവൻ നിക്കാഹ് കഴിച്ചാൽ നിക്കാഹിന്റെ ബറക്കത്ത് കൊണ്ട് അവൻ ബറക്കത്തിലെത്തും, നല്ല ജീവിതം കിട്ടും. പലരും പറയാറുണ്ടല്ലോ, കല്യാണം കഴിച്ച ശേഷമാണ് 10 രൂപ കയ്യിലേക്ക് വന്ന അത് കയ്യിലിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ബർക്കത്താണത്. ഒരു പെണ്ണ് ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കുടുംബത്തിന്റെ ഒരു വിളക്കായാണ് അവൾ വരുന്നത് എങ്കിൽ, അവളൊരു നല്ല പെണ്ണാണ് എങ്കിൽ ആ പുരുഷന്റെ കയ്യിൽ സമ്പാദ്യം ഉണ്ടാവും. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ബ്രഹ്മചാരിയായി തുടരാതെ. അതുപോലെ തന്നെ സ്ത്രീകളിലുണ്ട് അങ്ങനെ വിവാഹത്തെ ഇഷ്ടപ്പെടാതെ ഒഴിഞ്ഞു മാറി നടക്കുന്ന ചില പുത്തൻ രീതികളുണ്ട്. അതൊക്കെ നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതാണെന്നും വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആയത്താണ് സൂറത്തുൻ നൂറിന്റെ 32-ാമത്തെ ആയത്ത്. 35-ാമത്തെ ആയത്ത്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في الزجاجة المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة. ഞാൻ വിശദീകരിക്കുന്നില്ല. 35-ാമത്തെ ആയത്ത് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദാത്തിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഉദാഹരണമാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും പ്രകാശിപ്പിക്കുന്നവനാണ് അല്ലാഹ്. അല്ലാഹു നമ്മുടെ മനസ്സിന് വെളിച്ചം തരട്ടെ. അല്ലാഹുവിന്റെ പ്രകാശത്തെ ഉപമിക്കുന്ന ആയത്താണ് ഈ 35-ാമത്തെ ആയത്ത്. ഇതിൽ 100 എന്ന പ്രയോഗം വന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ അധ്യായത്തിന് സൂറത്തുൻ നൂർ എന്ന പേര് നൽകപ്പെട്ടത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്നതായി കാണാം. സൂറത്തുൻ നൂറിൽ ലോക ശ്രദ്ധയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അതിന്റെ മറ്റൊരു ചർച്ച ഈ അധ്യായത്തിന്റെ 43-ാമത്തെ ആയത്താണ്. 43-ാമത്തെ ആയത്ത് വലിയ ഒരു ശാസ്ത്ര സത്യവും കൂടിയാണ് പറയുന്നത്. മേഘപാളികളുടെ ഉള്ളിൽ നടക്കുന്ന ശാസ്ത്ര ലോകം പലപ്പോഴും മഴയെക്കുറിച്ച് പറയാൻ ഒരുപാട് വൈകി വന്ന തത്വങ്ങളും ചിത്രങ്ങളും പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ, അതിന്റെ 43-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് നമുക്ക് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുകാമൻ ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലിഹി وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار. സൂറത്തുൻ നൂറിന്റെ 43-ാമത്തെ ആയത്ത്. അങ്ങ് കാണുന്നില്ല നബിയെ, അല്ലാഹു മേഘത്തെ തുളച്ചുകൊണ്ട് പോവാണ്. മേഘം വലിയ ഭാരമുള്ളതാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്രയോ ടണ്ണ് കണക്കിന് ഭാരമുള്ള ഒരു വലിയ മല പോലെ മേഘം ആകാശത്തിൽ സൂര്യപ്രകാശത്തിന് മറ തീർക്കുകയാണ്. മേഘങ്ങളെ അല്ലാഹു തുളച്ചുകൊണ്ട് പോകുമെന്നിട്ടോ മേഘങ്ങളെ അല്ലാഹു സുമ്മ യുഅല്ലിഫു ബൈനഹു, ഏറ്റവും അനുയോജ്യമായ നിലയിൽ മേഘങ്ങളെ അല്ലാഹു ഇണക്കും. പിന്നെ അതിനെ അട്ടിയായി വെക്കും. കല്ലുകൾ കൊണ്ട് മതിൽ നിർമ്മിക്കുന്ന, ഞങ്ങളുടെ നാട്ടിൽ പറയും കയ്യാല കെട്ടുന്നവൻ. വളരെ എന്തോ ഒരു കലാബോധമായിരിക്കത്. അതിനോട് യോജിക്കുന്നതിനോട് ചേർത്ത് ഒരു ഫ്ലാറ്റായ ഒരു പ്രതലം സൃഷ്ടിക്കാൻ കല്ലുകൾ കൊണ്ട് ഒരു മനുഷ്യൻ കാണിക്കുന്ന കല പോലെ വലിയ വലിയ മേഘങ്ങൾ, പർവ്വതത്തിന് തുല്യമായ വലിപ്പമുള്ള മേഘങ്ങളെ പിടിച്ചു വലിച്ചിട്ട് അതിന്റെ ആ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ഫിറ്റാകുന്ന ചെറിയ മേഘത്തെ വെച്ച് പിന്നെ വലിയ മേഘത്തെ വെച്ച് അങ്ങനെ അള്ളാഹു അടുക്കി ഇങ്ങനെ വെച്ചിട്ട് ആ മേഘപാളികളുടെ ഇടയിൽ നിന്നും ജലകണങ്ങളെ അല്ലാഹു
ഭൂമിയിലേക്ക് ഇറക്കുന്നു. വയുനസ്സിലു മിനസ്സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബർദ്, അങ്ങനെ പർവ്വത വലിപ്പമുള്ള മേഘങ്ങളിൽ നിന്നും അള്ളാഹു മഴയെ ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ ആലിപ്പഴമെന്ന് പറയുന്ന ഐസ് കട്ട ഭൂമിയിൽ വീഴാറുണ്ടെന്ന് ഖുർആൻ. എന്തൊരു മനോഹരമായ അവതരണമാണ് സൂറത്ത് നൂറിന്റെ 43-ാമത്തെ ആയത്തിലുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന സൂറത്ത് നൂറിന്റെ 58-ാമത്തെ ആയത്താണ്. 58-ാമത്തെ ആയത്തിൽ വലിയൊരു ഫിഖ്ഹാണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅ്ദിൻകുമുല്ലദീന മലകത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ ഹുൽമ മിൻകും സലാസ മറാത്ത്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബെഡ്റൂമിലേക്ക് ആർക്കും കടന്നു വരാൻ പറ്റില്ല. വീട്ടിലുള്ളവരുടെ കാര്യം തന്നെ പറയുന്നത്. വാപ്പയും ഉമ്മയും കിടന്നുറങ്ങേണ്ട ബെഡ്റൂമിൽ പ്രായപൂർത്തിയാവാത്ത മക്കള് പോലും 3 സന്ദർഭങ്ങളിൽ കടന്നു ചെല്ലാൻ പാടില്ല. നമ്മുടെ വീടാണ്, നമ്മുടെ മക്കളാണ്, അവരുടെ പല സാധനങ്ങളും അവിടെ ഉണ്ട്. അതെടുക്കാൻ വേണ്ടി അവർ അലമാരി അന്വേഷിച്ച് വന്നത്. 3 സമയങ്ങളിൽ മക്കൾ വരാതെ മാതാപിതാക്കൾ നോക്കണം. അപ്പൊ അതിനുള്ള സൗകര്യം ആ വീടിന്റെ അകത്തുള്ള താമസത്തിൽ മാതാപിതാക്കൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നാമത്തേത് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്രി, സുബഹിയുടെ മുന്നേ വാതിക്ക മുട്ടാതെ അല്ലെങ്കിൽ വാതിൽ തള്ളി തുറന്ന് മക്കൾ ഓടി വന്ന് വാപ്പയും ഉമ്മയും കിടക്കുന്ന റൂമിലേക്ക് വരാൻ പാടില്ല. അതായത് ഭാര്യയും ഭർത്താവും കിടക്കുന്ന റൂമിലേക്ക് വരാൻ പാടില്ല, സ്വന്തം കൊച്ചുമക്കളാണെങ്കിൽ പോലും. അതുപോലെ തന്നെ നല്ല ചൂട് കൂടുന്ന നേരത്ത്, നട്ടുച്ച നേരത്തും വരാനും പാടില്ല, വസ്ത്രം മാറുന്ന നേരമായിരിക്കാമത്. അതുപോലെ തന്നെ മിംബഅദി സ്വലാത്തിൽ ഇശാ കഴിഞ്ഞ് കിടക്കാൻ നേരവും മക്കൾ റൂമിലേക്ക്, ചെറിയ മക്കളാണെങ്കിൽ പോലും കടന്നു വരാൻ പാടില്ല. അനുബന്ധമായി ഒരു ഹദീസ് ഞാൻ പറയുന്നു. മുറു ഔലാദക്കും ബിസ്വലാത്തി എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 7 വയസ്സായാൽ, 10 വയസ്സായിട്ടും മക്കളെ നിസ്കരിച്ചില്ലെങ്കിൽ തല്ലണമെന്ന് പറയുന്ന ഈ ഹദീസിന്റെ ബാക്കി കാണാം. ഈ ഹദീസിന്റെ ബാക്കിയിൽ കാണാം, കുട്ടികളെ ബെഡ്റൂമിൽ നിന്നും മാറ്റിക്കിടത്തണം. ഫർഖു ബൈന ഔലാദിക്കും ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കിടക്കുന്നിടത്ത് നിന്ന് മാറ്റിക്കിടത്തണം. ഏത് പ്രായം? 7 വയസ്സാവുമ്പോഴേക്കും മാറിക്കിടക്കാൻ പറയണം. അതിനുള്ള ഒരു രീതി മക്കളെ പരിശീലിപ്പിക്കണം. 15 വയസ്സായാലും കുട്ടികളെ റൂമിൽ നിന്ന് മാറ്റൂല. അപ്പോൾ അത് ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഉമ്മ മാത്രമേ ഉള്ളൂ റൂമിൽ, ഉമ്മക്ക് പേടിയാണെങ്കിൽ മോളെ പിടിച്ച് കിടത്താം, വാപ്പ ഗൾഫിലാണ്, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അവഗണിച്ച് പറയല്ല. എന്നാലും കൂട്ടം കൂടി ഒരു റൂമിൽ കിടക്കുക, അതൊന്നും ശരിയായ രീതികളല്ല. സലാസു ഔറാത്തിലക്കും, നിങ്ങൾക്ക് അല്ലാഹു 3 ഔറത്തുകളായാണ് ഈ പറഞ്ഞ കാര്യങ്ങളെ പരിചയപ്പെടുത്തിയത്. ലൈസ അലൈക്കും വലാ അലൈഹിം ജുനാഹും ബഅദഹുന്ന, ഈ 3 സന്ദർഭമല്ലാത്ത മറ്റു സന്ദർഭങ്ങളിൽ ആ കുട്ടികൾ വരുന്നതിൽ, അല്ലെങ്കിൽ വാപ്പ കയറി വരുന്നതിൽ, കാണാൻ പാടില്ലാത്ത മറ്റൊരാൾ കടന്നു വരുന്നതിൽ, അന്യരല്ലാട്ടോ വീട്ടിലുള്ള ആളുകളെ തന്നെ പറയുന്നത്, അവര് കടന്നു വരുന്നതിൽ വിരോധമില്ല. അള്ളാഹു ഈ തത്വങ്ങൾ പറയുന്നത് സൂറത്തുൻ നൂറിന്റെ 58-ാമത്തെ ആയത്തിൽ. അതുകൊണ്ട് ഈ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് സംസ്കാരമുണ്ടാകും, ഒളിച്ചോട്ടങ്ങൾ കുറയാൻ. ഈ ആയത്ത് ഉമ്മമാരെ നിങ്ങൾ പാരായണം ചെയ്യണേ. മക്കളെ ഒളിച്ചോട്ടങ്ങളും ആരെയും കാണാതെ അറിയാതെ പോയുള്ള പ്രേമങ്ങളൊക്കെ കുറയും. അള്ളാഹു എല്ലാവർക്കും ഈ ആയത്തുകൾ കൊണ്ട്, ഈ അധ്യായം കൊണ്ട് അള്ളാഹു ഫലം നൽകട്ടെ.